വനിതകൾ ഉന്നയിച്ച പരാതികളും വെളിപ്പെടുത്തലുകളിലും അന്വേഷണമൊക്കെ നടക്കുന്നതായിരിക്കും. അതിനിടെ ആരോപണം നേരിടുന്ന AMMA അംഗങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ പരാതി നൽകിയിട്ടുണ്ട്. സിദ്ദിഖ് രാജിവെച്ച പശ്ചാത്തലത്തിൽ AMMയുടെ എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരുന്നതായിരിക്കും. അതിന്റെ വിവരങ്ങൾ രാഗിനാണ് കൊച്ചിയിൽ നിന്നും നമ്മൾക്ക് തരുന്നത്. രാഗിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അഭിഭാഷകരുടെ പരാതി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്യം അതോടൊപ്പം തന്നെ ഈ സിദ്ദിഖ് രാജിവെച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വരാൻ പോവുകയാണ്. അതിൽ സിദ്ദിഖിന് ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് എന്താണ് അറിയാൻ സാധിക്കുന്നത്? എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് സംഘടനയുടെ തീരുമാനം? ഒന്ന്, നേരത്തെ ഈ സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം വെയ്റ്റ്ലെസ് സ്വദേശി പോലീസിനെ സമീപിച്ചിരുന്നു. പക്ഷേ തേർഡ് പാർട്ടിയാണെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഇപ്പോൾ അഭിഭാഷകർ തന്നെ ഒരു പരാതിയായി എത്തിയിട്ടുണ്ട്. അഭിഭാഷകർ ചിലർ പരാതിയുമായി എത്തിയിട്ടുണ്ട്. അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പ്രതിപാദിക്കുന്ന അമ്മ അംഗങ്ങൾക്കെതിരെ കേസെടുക്കണം എന്നതാണ് ആവശ്യം. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണം എന്നതാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് എന്തായിരിക്കും സമീപനം സ്വീകരിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. പ്രത്യേകിച്ച് ഇപ്പോൾ അന്വേഷണ സംഘത്തെയൊക്കെ നിയമിച്ച പശ്ചാത്തലത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി ആ നിലയിൽ തന്നെയായിരിക്കും പോലീസ് മുന്നോട്ട് പോവുക എന്നതാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെ അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തന്നെ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം. അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങളടക്കമായി തന്നെ ചർച്ച ചെയ്യുകയും വേണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് സംഘടനയ്ക്ക് മുന്നിലുള്ളത്. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പ്രതികരിക്കാൻ വൈകിയെന്ന ആക്ഷേപം ശക്തമായിരുന്നു. അംഗങ്ങൾക്കിടയിൽ തന്നെ അതിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ചില അംഗങ്ങൾ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത് ഈ ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാതിരുന്നാൽ ഇതിൻ്റെ കുറച്ച് ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ഇതങ്ങനെ കെട്ടടങ്ങിക്കോളും എന്ന ധാരണയായിരുന്നു ഉണ്ടായിരുന്നതെന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചില അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെ കണ്ടു. പക്ഷേ അപ്പോഴും ആ പ്രതികരണത്തിലൊക്കെ തന്നെ കാർക്കശ്യത്തോടു കൂടിയുള്ള നിലപാടായിരുന്നില്ല. മാത്രമല്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ നിന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംഘടന പ്രതിരോധത്തിലായിരുന്നു. അതിനു പിന്നാലെയാണ് വലിയ പ്രഹരമെന്ന നിലയിൽ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ തന്നെ ഗുരുതര ആരോപണം വന്നത്. ഇതോടുകൂടി ഒരു പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ മറ്റൊരു പ്രഹരവും കൂടി ഏൽക്കുന്ന ഘട്ടത്തിൽ ഇനി രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ഉറപ്പായ പശ്ചാത്തലത്തിലാണ് പൊടുന്നതിന് രാജി കൊടുത്തത്. രാജി വൈകി കൂടുകയുണ്ടായിരുന്നെങ്കിൽ അത് പിന്നെയും ഏറെ ഡാമേജ് സംഘടനയ്ക്ക് ഉണ്ടാക്കും ആയിരുന്നു. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗങ്ങൾ പറയുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. ഇനി പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം. മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. എന്തായാലും അമ്മ സംഘടന അത് ഏത് നിലയിൽ കാര്യങ്ങൾ കാണും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമോ, പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമോ നാളത്തെ യോഗത്തിൽ എന്നതും ഏറെ നിർണായകം തന്നെ.